യുവമോർച്ച പ്രവർത്തകർ ഇന്നലെ വന്നു, ഇന്നിപ്പം ഇവിടെ അടി വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി. ഈ നവകേരള സദസ്സിനോട് BJP-യുടെ പ്രതികരണം തണുപ്പൻ മട്ടിലാവുന്നത് എന്തെങ്കിലും സ്ട്രാറ്റജിക്കലായ ഒരു തന്ത്രപരമായ മൗനം? നവകേരള യാത്രയെ BJP പരിഗണിക്കുന്നേ ഇല്ല, അതുകൊണ്ടാണ് അവഗണിച്ചു വിട്ടത്. അത് ഈ കോൺഗ്രസുകാർ ചെയ്ത പരിപാടിയാണ്. അവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിൽ വാർത്ത ഉണ്ടാക്കി ഈ യാത്ര ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. കോൺഗ്രസുകാർ പറയുന്നത് ഗവർണറും തമ്മിലുള്ള ഒത്തുതീർപ്പാണ് ഈ കാര്യങ്ങളൊക്കെ. ഗവർണർ ജനകീയ ഗവർണർ, ജനങ്ങളോടൊപ്പം. ഇവരെ മുദ്രാവാക്യം ഗവർണർ ഏറ്റെടുത്തു. ജനകീയ ഗവർണർ ജനങ്ങളോടൊപ്പം, കേരളത്തിലെ ജനങ്ങളോടൊപ്പം. യാതൊരു സംശയം വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ഗവർണറെ അംഗീകരിക്കുന്നതിന്റെ തെളിവല്ലേ സാറടക്കം മാനാഞ്ചിറ മൈതാനിയിൽ കണ്ടത്. ഗവർണർ ജനങ്ങളോടൊപ്പം. അതില് മിഠായി തെരുവിൽ മാനാഞ്ചിറ അവിടെ ഇറങ്ങിയിട്ടാ പോയത്. അതിൽ യാതൊരു സംശയം. മിഠായി തെരുവിൽ ഹൽവ വാങ്ങിത്തില്ല ജനകീയത വരൂ. ഇവർ ഗുണ്ടകളോടൊപ്പം, ഇവർ ഗുണ്ടകളെയും അക്രമികളെയും പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ബാനറുകളിൽ മുഖ്യ ഗുണ്ടയോ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ആരെ ഉദ്ദേശിച്ചാണ്? മുഖ്യമന്ത്രി അല്ലാതെ മുഖ്യമന്ത്രി ഗുണ്ടയാണോ? മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ബാനറിൽ കണ്ടതാ. യൂത്ത് കോൺഗ്രസുകാർ പറയും. യൂത്ത് കോൺഗ്രസുകാർക്ക് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെ വിചാരണ സദസ്സുകൾ അവർ നടത്തിയല്ലോ, കുറ്റവിചാരണ സദസ്സ് നടത്തിയല്ലോ. ഒരു സ്ഥലത്തെങ്കിലും അന്തസ്സായിട്ട് അവർക്ക് നടത്താൻ കഴിഞ്ഞോ? നടത്തിയോ? ഇവരെ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അരുൺ സാർ, ഞാനൊരു കാര്യം പറയാൻ കഴിയാത്തന്നെ ചെയ്യുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, പിടിച്ച് കമത്തും.